അങ്ങനെ എല്ലാവരും ഡ്രസ്സ് മാറി വന്ന് കഴിക്കാനായി ഇരുന്നിരുന്നു. പ്രീതിയും അനിതയുമാണ് വിളമ്പാനായി നിന്നത്. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തുകൊണ്ട് അനിതയും പ്രീതിയും അവരുടെ ഒപ്പം കഴിക്കാനായിരുന്നു. മോനെ ആദി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് എല്ലാവരും അറിയേണ്ടതാണ്, ബലരാമൻ പറഞ്ഞു. അതിനെന്താ അച്ഛാ? അച്ഛൻ പറ, ആദി പറഞ്ഞു. ഞാനും പ്രീതിയും നാളെ വൈകുന്നേരം ലണ്ടനിലേക്ക് പോവുകയാണ്, ബലരാമൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. എന്നാൽ അർജുൻ മാത്രം ഒന്നുമില്ല എന്ന ഭാവത്തിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ അച്ഛായി പറയുന്നത്? ധ്രുവ് ചോദിച്ചു. അതേ മോനെ, ഞങ്ങൾ നാളെ പോവാണ്. അർജുനോട് വരണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് കേരളം വിട്ടിട്ട് വരാൻ താല്പര്യമില്ല, ബലരാമൻ പറഞ്ഞു. ഇപ്പോൾ എന്തിനാ അച്ഛാ അവിടേക്ക് പോകുന്നത്? ഇവിടെ നിന്നാ പോരെ? സ്റ്റാലിൻ ചോദിച്ചു. ഞങ്ങളൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് കാണട്ടെ. ജീവിതത്തിൽ ഒരു വട്ടമല്ലേ അങ്ങനെയൊക്കെ പറ്റുക. അതുകൊണ്ട് പോയിട്ട് വരാം, ബലരാമൻ പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാ, നല്ലൊരു തീരുമാനമാണത്. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ്, ആകാശ് പറഞ്ഞു. അപ്പോൾ നിൻ്റെ പ്ലാൻ എന്താ? അർജുൻ, നീ ഇവിടെ നിന്ന് പോകുന്നില്ലേ? ആദി ചോദിച്ചു. അർജുൻ ആ വീട്ടിൽ നിന്നോട്ടെ, അവന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പ്രീതി പറഞ്ഞു. അതെന്തിനാ പ്രീതിയമ്മേ അജു അവിടെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത്? ഇവിടെ നിന്നൂടെ നിനക്ക്? ദേവു ഒരു ചിരിയോടെ ചോദിച്ചു. അതെ അജു, ഇവിടെ നിന്നൂടെ, ഞങ്ങൾക്ക് അനിയനായല്ലോ, മീനു പറഞ്ഞു. അതെ, നീ ഇവിടെ നിന്നു അജുമോനെ, നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കാം, വിന്ദ പറഞ്ഞു. ഇവിടെ നിന്റെ ഏട്ടന്മാരുണ്ടല്ലോ, അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോകാം, വേദ പറഞ്ഞു. എൻ്റെ ഏട്ടത്തിമാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, അർജുൻ പറഞ്ഞു. എന്നാ മോൻ ഇവിടെ നിന്നു, നാളെ തന്നെ പോയി നീ നിൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു, അനിത പറഞ്ഞു. അതെ, പിന്നെ ഇവിടെ നിന്ന് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ ഏട്ടത്തിമാരും കോളേജിൽ പോകും, ധ്രുവ് പറഞ്ഞു. ആ, നിങ്ങൾ ഇനിയും പഠിക്കാൻ പോകുന്നുണ്ടല്ലേ? അത് എന്തായാലും നന്നായി, പ്രീതി പറഞ്ഞു. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ടെറസിലിരിക്കാം, അപ്പോൾ പറയാം. മോനെ ആദി, നീയൊരു 9:30 വരെ ക്ഷമിക്കടാ, ബലരാമൻ പറഞ്ഞു. അയ്യോ, ഒന്ന് പോ അച്ഛാ. അങ്ങനെയൊന്നുമില്ല, അച്ഛന് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അത് മുഴുവൻ കേട്ടിട്ടേ ഞാൻ പോകൂ, ആദി പറഞ്ഞു. ഇത്രയും ക്ഷമ ഉണ്ടെങ്കിൽ എനിക്കും നിന്നോട് ഒരു കഥ പറയാനുണ്ട്, ധ്രുവ് പറഞ്ഞു. എന്തോന്ന് കഥ? ആദി ചോദിച്ചു. അതൊക്കെ ഉണ്ടടാ, ധ്രുവ് പറഞ്ഞു. അതൊക്കെ വിട്, എനിക്കിവിടെ റൂമുണ്ടാ? അർജുൻ ചോദിച്ചു. നിനക്കിവിടെ റൂമുണ്ടല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. നിങ്ങളൊക്കെ കപ്പിൾസ്, ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയായി നിൽക്കും? അർജുൻ ചോദിച്ചു. നീ ഒറ്റയ്ക്ക് നിൽക്കണ്ട, കൂട്ടത്തിൽ പോയി നിൽക്ക്, കാര്യം കഴിഞ്ഞില്ലേ, ആദി പറഞ്ഞു. അതല്ല ആദ്യേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്, അർജുൻ ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ എന്താണ് അനിയൻ ഉദ്ദേശിച്ചത്? ഒന്ന് തെളിയിച്ച് പറ, ധ്രുവ് പറഞ്ഞു. ഞങ്ങളും കൂടെ കേൾക്കട്ടെ, വിന്ദ പറഞ്ഞു. അനിതേ, ഇവിടെ ചൂലുണ്ടല്ലോ അല്ലേ? പ്രീതി അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടല്ലോ പ്രീതി, അനിത പറഞ്ഞു. എന്തിനാ പ്രീതിയമ്മേ ചൂല്? മീനു ചോദിച്ചു. അമ്മയ്ക്ക് ഈച്ചയെ കൊല്ലുന്ന സ്വഭാവമുണ്ട്, അതിനല്ലേ അമ്മേ ചൂല്, അർജുൻ പറഞ്ഞു. ഈച്ച അല്ല മീനു, ഒരു കൊതുകുണ്ട് ഇവിടെ, അതിനെ തല്ലിക്കൊല്ലാനാണ്, പ്രീതി പറഞ്ഞു. എൻ്റെ അമ്മേ, നമുക്ക് ഗുഡ് നൈറ്റ് കത്തിക്കാം. ഇവിടെ അനിയമ്മ ചൂലൊന്നും ആർക്കും കൊടുക്കില്ല, അജു പറഞ്ഞു. ആ കൊതുകിനെ നമുക്ക് പിന്നെ തല്ലിക്കൊല്ലാം. അത് വിട്, നീ എന്താ ഉദ്ദേശിച്ചതെന്ന് പറ അജു, ദേവു പറഞ്ഞു. അതെ, അത് നീ ആദ്യം പറ മോനെ, അജു, വേദ പറഞ്ഞു. ദേവേടത്തി, വേദേടത്തി, അർജുൻ വിളിച്ചു. എന്തോ മോനെ? രണ്ടുപേരും ഒരുപോലെ വിളി കേട്ടു. നീ പറഞ്ഞു കൊടുക്ക അജു, എന്താ ഉദ്ദേശിച്ചത് എന്ന്, ആദി പറഞ്ഞു. ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല, എല്ലാം ഞാൻ മറന്നുപോയി, അർജുൻ പറഞ്ഞു. ഓർമ്മ വരുമ്പോൾ പറഞ്ഞാൽ മതി, അനിത പറഞ്ഞു. അതിന് അനിയമ്മയോട് ചൂല് ചോദിച്ചു പറഞ്ഞുറപ്പിച്ച് വെച്ചേക്കുമല്ലേ പ്രീതിയമ്മ, അർജുൻ പുച്ഛിച്ചു പറഞ്ഞു. എന്താടാ നിനക്കൊരു പുച്ഛം? പ്രീതി ചോദിച്ചു. ഓ, ഒന്നുമില്ലേ, അർജുൻ പറഞ്ഞു. എല്ലാവരും പിന്നെയും ചിരിച്ചു. ആ കുറച്ചു പേരുടെ ഇടയിലേക്ക് അവർ കൂടെ വന്നതോടുകൂടി ആ സന്തോഷം ഇരട്ടിച്ചു. എന്നാൽ പുറത്തു നിന്നുള്ള ദുഷ്ടനിഴലുകൾ ആ വീട്ടിൽ പാറി വീണ് കഴിഞ്ഞിരുന്നു. ഇനി അവർ നേരിടാൻ പോകുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും അറിയാത്ത കുറേ കാര്യങ്ങൾ ആ കൊച്ചു കുടുംബത്തെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. രാത്രിക്കിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ധ്രുവനും സ്റ്റാലിനും ആദിയും ആകാശും അർജുനും ബലരാമനും ടെറസിൽ ഒത്തുകൂടി. കുറച്ചുനേരം അവരുടെ ഇടയിൽ ഒരു മൗനം തളം കെട്ടി നിന്നു. എന്നാൽ അത് വളരെ കുറച്ചു നേരം മാത്രം. നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? എന്തേലുമൊക്കെ ആരെയും മിണ്ടുന്നേ, എന്നാലല്ലേ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാകൂ, അർജുൻ തുടക്കമിട്ടു. അജു, ഏട്ടനൊരു സംശയം, നീ അതൊന്ന് തീർത്തതാ. ഇവിടെ ഞാൻ നോക്കിയിട്ട് അതിന് യോഗ്യൻ നീ മാത്രമേ ഉള്ളൂ, അതാ, ധ്രുവ് പറഞ്ഞു. ഏട്ടൻ ധൈര്യമായി പറഞ്ഞു, അർജുൻ പറഞ്ഞു. നീ ഇപ്പോൾ ഇങ്ങനെ ആയതാണോ അതോ ജന്മന ഇങ്ങനെയാണോ, ആദിയാണ് ചോദിച്ചത്. അതാണ് ഞാനും ചോദിക്കാൻ വന്നത്, ആദിയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ധ്രുവം പറഞ്ഞു. അത് ശരി, അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുവാണല്ലേ? ആ, ആയിക്കോട്ടെ,
ഞാനൊരു പാവമായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ എല്ലാവരും. അജു ഇല്ലാത്ത കണ്ണുനീർ തുടച്ചു. ഗ്ലിസറിൻ വേണോ? സ്റ്റാലിൻ ചോദിച്ചു. വേണ്ട, ഒരു ചെറിയ ഉള്ളി കിട്ടുമോ? അർജുൻ ചോദിച്ചു. പച്ചമുളകുണ്ട്, അത് മതിയോ? ബലരാമൻ ചോദിച്ചു. ആ, എനിക്കൊന്നും വേണ്ട, അച്ഛൻ തന്നെ വെച്ചോ. അല്ല പിന്നെ, അർജുൻ പറഞ്ഞു. പറഞ്ഞതുപോലെ അജു, നിനക്ക് പ്രേമം അങ്ങനെയൊന്നുമില്ലേ? ആദി ചോദിച്ചു. ഇല്ല, ഞാൻ സിഗ്മയാണ്. അർജുൻ പറഞ്ഞു. അതിന് വേറെ പേരും കൂടെ ഇവിടെ പറയും അജുമോനെ. ആകാശ് പറഞ്ഞു. ആ വേണ്ട വേണ്ട, അതിവിടെ പറയണ്ട. എനിക്ക് പെണ്ണില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടാ. അർജുൻ പറഞ്ഞു. അല്ല പിന്നെ, ചെക്കൻ സുന്ദരനല്ലേ, ക്യൂട്ടനല്ലേ, എന്താ മോന്തയ്ക്ക് കുറവ്? ധ്രുവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കു ധ്രുവേട്ടാ. അല്ല പിന്നെ, അർജുൻ പറഞ്ഞു. ഇവന് മാസാണ്, പൊളിയാണ്, കൂളാണ്. സ്റ്റാലിൻ പറഞ്ഞു. കൂളല്ല, AC. ബലരാമൻ പറഞ്ഞു. ഇങ്ങനെ ഇടയ്ക്ക് കയറി 80കളിലെ തമാശ ഇറക്കല്ലേ എൻ്റെ തന്തപ്പിടി. അർജുൻ പറഞ്ഞു. ഡാ മക്കളെ, ഇവൻ വിളിച്ചത് കേട്ടില്ലേ, തന്തപ്പിടി എന്ന്. മറുപടി കൊടുക്കടാ. ബലരാമൻ പറഞ്ഞു. എടാ മഹാഭാബി, എന്തൊരു സുന്ദരനാടാ ഇവിടെ ഈ ഇരിക്കുന്നേ. ഈ മനുഷ്യൻ, ആ ആളെയാണോ നീ തന്തപ്പിടി എന്ന് വിളിച്ചത്? ധ്രുവൻ ചോദിച്ചു. അതെ, നിന്നോടൊക്കെ ദൈവം ചോദിക്കുമടാ ദ്രോഹി. അല്ല പിന്നെ, ആദി പറഞ്ഞു. അയ്യോ, ഇത് ഞങ്ങളുടെ അച്ഛന് എങ്ങനെ സഹിക്കും എൻ്റെ ശിവനെ. സ്റ്റാലിൻ പറഞ്ഞു. സാരമില്ല രമണ. സ്റ്റാലിൻ പറഞ്ഞു. അയ്യേ, ഇതെന്താ നിങ്ങൾ 4 കൊച്ചുകുട്ടികളെ പോലെ? അർജുൻ ചോദിച്ചു. അതോടെ 4 ഒരുപോലെ ചിരിച്ചു. അർജുൻ ഒരു അത്ഭുതത്തോടെ അവരെ നോക്കി. ധ്രുവേട്ടാ, ഒന്നുമില്ലേലും ഏട്ടനൊരു പോലീസ് ഓഫീസർ അല്ലേ, അതിൻ്റെ ഒരു പക്വതയെങ്കിലും. അർജുൻ പറഞ്ഞു. അത് പിന്നെ അജു. ധ്രുവൊന്ന് ചിരിച്ചു. ആദിയേട്ടാ, താനൊരു സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ? അന്ന് അവിടെ വന്ന് മായയോട് ചൂടായതൊക്കെ കണ്ട് എനിക്ക് തന്നെ കോരിത്തരിച്ചു. എന്നിട്ടും ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. അർജുൻ ആദിയോട് പറഞ്ഞു. അത് പിന്നെ അജു, വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കമ്പനിയായിട്ടാണ് സംസാരിക്കാറുള്ളത്, അതിനിപ്പോൾ എന്താ കുറ്റമുള്ളത്? ആദി പറഞ്ഞു. എന്നാലും എനിക്ക് ഏറ്റവും സങ്കടമായത് ദേ ഈ ഇരിക്കുന്ന 2 കോപ്രായങ്ങൾ കണ്ടിട്ടാണ്. നാടറിയുന്ന 2 ബിസിനസ് കാന്തങ്ങളാണല്ലോ ഈ ഇരിക്കുന്നത് എന്നോർക്കുമ്പോൾ ചങ്ക് പൊട്ടുക എൻ്റെ ഭഗവതി. അർജുൻ പറഞ്ഞു. നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നീയും ഇങ്ങനെയാവും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു. സ്റ്റാലിൻ പറഞ്ഞു. അത് സത്യമാണ്. ബലരാമൻ പറഞ്ഞു. അച്ഛൻ എന്തോ കാര്യമായിട്ട് ഞങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ധ്രുവ് ചോദിച്ചു. അതാണ് ഞാനും പറയാൻ വേണ്ടി വരുന്നത്. ഈ കാര്യം നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചു നോക്കി. പിന്നെ കരുതി പറയാമെന്ന്. പക്ഷേ ഈ സത്യം കേട്ടാൽ ഏറ്റവും അധികം വിഷമം വരുന്നത് സ്റ്റാലിനായിരിക്കും. പക്ഷേ വിഷമിക്കരുത്, ബലരാമൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. എനിക്കൊരു വിഷമവുമില്ല. ഇതിലങ്ങനെ ഞാൻ വിഷമിച്ച് നടക്കാനും പോണില്ല. പിന്നെ അച്ഛൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് എനിക്ക് അറിയാവുന്നതാണ്. സ്റ്റാലിൻ പറഞ്ഞു. ആദിയും ധ്രുവനും സ്റ്റാലിനും ഞങ്ങൾ 3 പേരുടെയും മക്കളല്ലായിരുന്നു. 2 അമ്മമാർ ജീവൻ നൽകി പ്രസവിച്ച 3 മക്കളാണ് നിങ്ങൾ 3 പേരും. ബലരാമൻ പറഞ്ഞു. മക്കളല്ലെന്ന സത്യം അറിയാം, എങ്കിലും 2 അമ്മമാർ ചേർന്ന് എങ്ങനെ ഒരേ വയസ്സുള്ള 3 മക്കളെ ഒരുപോലെ പ്രസവിക്കുമെന്നതായിരുന്നു അവർ ചിന്തിച്ചത്. ഇതിൽ ആദിയും ധ്രുവനും ഇരട്ടകളാണ്, ഐഡൻറ്റിറ്റികളല്ലാത്ത ഇരട്ടകൾ. പക്ഷേ സ്റ്റാലിൻ അവിടെ തന്നെയുള്ള വേറെ ഒരു സ്ത്രീ പ്രസവിച്ച മകനാണ്. പക്ഷേ നിങ്ങൾ 3 പേരുടെയും അച്ഛൻ ഒരാളാണ്. ബലരാമൻ പറഞ്ഞു. ഇപ്രാവശ്യം ഒരു മിന്നൽ സ്റ്റാലിനിലൂടെ കടന്നു പോയതുപോലെ തോന്നി അവന്. ധ്രുവനും ആദിക്കും ആകാശിനും അർജുനും ഒരുപോലെയുള്ള ഞെട്ടലായിരുന്നു അത്. അതായത് ഒരേ സമയം ഒരേ ആശുപത്രിയിൽ ഒരാളുടെ 2 ഭാര്യമാർ പ്രസവത്തിന് വേണ്ടി വന്നിരുന്നു. 2 പേരും ഒരേ സമയത്ത് പ്രസവിച്ചുവെങ്കിലും അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്തു. എവിടുന്നോ വന്ന അയാൾ 2 പേരും തൻ്റെ ഭാര്യമാരാണ് എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കാതെ തന്നെ അവിടെ നിന്നും പോയി. അതേ ദിവസം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ട് ഞങ്ങൾ 3 പേരും നിങ്ങളെ ഞങ്ങളുടെ 3 പേരുടെയും മക്കളാക്കി മാറ്റി കൊണ്ടുവന്നത്. ബലരാമൻ പറഞ്ഞു. ഞാൻ ആദിയോട് സ്നേഹം കാണിക്കാതെ ഇരിക്കുന്നത് മോനോടുള്ള ഇഷ്ടക്കുറവ് കണ്ടല്ല. അച്ഛൻ മോൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിച്ചാൽ മോനത് ഒരു പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ്. മോൻ അച്ഛനോട് ദേഷ്യമൊന്നും വെക്കരുത്. നിൻ്റെ എല്ലാം നല്ലതിന് വേണ്ടിയാണ് അച്ഛൻ മോൻ്റെ അടുത്ത് നിന്നും മാറി നിന്നത്. സ്വന്തം മോനെ പോലെ സ്നേഹം കാണിച്ച അവൻ പിന്നെ നിന്നെ അന്വേഷിച്ചു വരുമോ എന്നൊരു ഉൾഭയം ഉണ്ടായിരുന്നു അച്ഛന്. അതുകൊണ്ടാണ് അച്ഛൻ അകന്നു നിന്നതും എപ്പോഴും വഴക്ക് പറഞ്ഞതും. ബലരാമൻ പറഞ്ഞു. അതിനാദ്യം ചെന്ന് അയാളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അയാളും അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ധ്രുവൻ സ്റ്റാലിനെ ചേർത്ത് നിർത്തി. കൂടെ പിറപ്പാണ്, തൻ്റെ കൂടെ എന്നോർത്ത് സ്റ്റാലിൻ ധ്രുവനിലേക്ക് ഒന്ന് ചേർന്ന് നിന്നു. നാളെ ഞാനും പ്രീതിയും പോകുമ്പോൾ ഞങ്ങളെ പറഞ്ഞുവിടാൻ നിങ്ങൾ ആരും വരണ്ട കേട്ടോ. നിങ്ങൾക്കും അവൾക്കും അത് വിഷമമാകും. ഞങ്ങൾ പോയി പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. ബലരാമൻ ഒരു ചിരിയോടെ അവരോടായി പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾക്കറിഞ്ഞൂടെ അച്ഛാ, വേഗം ഇങ്ങ് വന്നാൽ മതി. ധ്രുവ് പറഞ്ഞു. എന്നാൽ പിന്നെ ആദിമോൻ പൊക്കോ, പോയി കിടന്നോ, ചെല്ല്.
ബലരാമൻ പറഞ്ഞു. അതോടെ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് പോയി. ആദി റൂമിലേക്ക് വരുമ്പോൾ വിന്ദ ഡ്രസ്സ് മാറി കട്ടിലിൽ കയറി കിടന്നുറങ്ങിയിരുന്നു. ആദി വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ആദി കട്ടിലിൽ ചെന്ന് കിടന്നുകൊണ്ട് വിന്ദയെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമമർത്തി വെച്ചു. വിന്ദ ഒന്ന് കുറുകിക്കൊണ്ട് ആദിയുടെ നേരെ തിരിഞ്ഞു കിടന്നു. മിത്രമോളെ, ഉറങ്ങിയോ നീ? ആദി ചോദിച്ചു. ആ, ഉറങ്ങി. ഇന്നിനി ഫസ്റ്റ് നൈറ്റ് ഒന്നുമില്ല. പോ, നീങ്ങിക്കിടക്ക്. വിന്ദ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല കൊച്ചേ, ഇന്ന് ഫസ്റ്റ് നൈറ്റാ നമ്മുടെ. ആദി പറഞ്ഞു. എനിക്കിന്ന് വയ്യ ദേവേട്ടാ. വിന്ദ പറഞ്ഞു. കൊച്ചിന് വയ്യെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ആദി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. വിന്ദ ആദിയുടെ താടിയിലൂടെ മെല്ലെ വിരലോടിച്ചുകൊണ്ട് അങ്ങനെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു. ദേവേട്ടാ, നാളെ അച്ഛനെയും അമ്മയുടെയും കൂടെ നമുക്ക് പോവണ്ടേ? വിന്ദ ചോദിച്ചു. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞത്. അവർ പോയിട്ട് വേഗം തിരിച്ചു വരുമെന്ന്. ആദി പറഞ്ഞു. എന്ന് മൂളിക്കൊണ്ട് വിന്ദ ആദിയുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. ആദി അവളെ അങ്ങനെ കിടത്തിക്കൊണ്ട് വിന്ദയുടെ സൈഡിലായി കിടന്നുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മാറാൻ നോക്കിയ ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് വിന്ദ അവനെ തൻ്റെ നേരെ അടുപ്പിച്ചു. ആദിയുടെ കണ്ണിലേക്ക് അവൾ നോക്കി. ആദി മെല്ലെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. പതിയെ പതിയെ വിന്ദയുടെ മുഖം മുഴുവൻ ആദിയുടെ ചുണ്ടുകൾ പതിഞ്ഞു തുടങ്ങി. വിന്ദ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നിരുന്നു. ആദിയുടെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. പതിയെ കടിച്ചുകൊണ്ട് അവൻ ആ കഴുത്തിലൊക്കെ ചുംബിച്ചും നാവുകൊണ്ട് നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മാറിലൂടെയും വയറിലൂടെയും ആദിയുടെ ആ ചുണ്ടുകൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. ബെഡിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ആദിയെ വിന്ദ തന്നിലേക്ക് ഓരോ നിമിഷവും അടുപ്പിച്ചുകൊണ്ടിരുന്നു. അവളിലെ വിയർപ്പിൻ്റെ തുള്ളിയെപ്പോലും ആദി തൻ്റെ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അവളുടെ വസ്ത്രങ്ങളെല്ലാം അവളിൽ നിന്നും മാറിയതും അവൾ ആദിയെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. ആദിയുടെ നഗ്ന ശരീരം അവളിലേക്ക് അമർന്നു. അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് ആദിയുടെ പുറത്ത് അള്ളിപ്പിടിച്ചു. ആദി അവളിലേക്ക് കുഞ്ഞു നോവോടെ ആഴ്ന്നിറങ്ങി. വിന്ദയുടെ കഴുത്തിൽ കടിച്ചു നുണഞ്ഞുകൊണ്ട് പതിയെ പതിയെ അവളിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരുന്നു. വിന്ദയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ആദിയുടെ മുഖം ഒന്ന് അമർത്തി വെച്ചു കിടന്നു. ദേവേട്ടാ, മെല്ലെ വിന്ദ വിറച്ചുകൊണ്ട് വിളിച്ചു. മിത്ര. അതിൽ വിറയൽ ആദിയിലേക്ക് പടർന്നു. തൻ്റെ വേഗത കൂടി ഉച്ചത്തിൽ വിന്ദയുടെ പേര് വിളിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരുന്നു. അവളിൽ നിന്നും ഒരു തുള്ളി രക്തം ആ ബെഡിൽ പടർന്നു പിടിച്ചു. ആദി വിന്ദയുടെ നെറ്റിയിൽ ചുംബിച്ചു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആദിയുടെ തീവ്രമായ പ്രണയത്തിൽ ലയിച്ചു പോയിരുന്നു അവർ. ഒടുവിൽ ഒരു തളർച്ചയോടെ വിയർത്തു കുളിച്ചുകൊണ്ട് ആദി വിന്ദയുടെ മാറിലേക്ക് കിടന്നു. ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ വിന്ദ അവനെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കിടന്നു. സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചതും ദേവു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന നീളൻ തലമുടി വാരി ചുറ്റിക്കെട്ടിക്കൊണ്ട് അവൾ തൻ്റെ സൈഡിൽ കിടക്കുന്നവനെ നോക്കി. ഇന്നലെ ധ്രുവൻ വരുമ്പോഴേക്കും ദേവു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴാ വന്ന് കിടന്നത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ ധ്രുവനെ നോക്കി ഇരുന്നു. ദേവുവിൻ്റെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ഫാനിൻ്റെ കാറ്റിൽ പാറിക്കളിക്കുന്ന അവൻ്റെ തലമുടിയിൽ ദേവു മെല്ലെ ഒന്ന് തലോടി. കവിൾത്തടം മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന അവൻ്റെ ചുരുണ്ട ആ താടിയിലൂടെ അവൾ വിരലുകൾ പായിച്ചു. ധ്രുവ് ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. ആ കിടത്തം കണ്ടാൽ അറിയാം ഉറക്കത്തിലാണെന്ന്. ദേവു അവൻ്റെ നെറ്റിയിലൂടെ തലോടിക്കൊണ്ട് കുറച്ചു നേരം ആ മുഖത്തേക്ക് നോക്കി അങ്ങനെയിരുന്നു. ധ്രുവ് മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ദേവുവിനെ ഒരു ചിരിയോടെ നോക്കി. എന്തോ ആ ചിരി ദേവുവിൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറി. ദേവു അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാനൊരു സത്യം പറയട്ടെ ശിവേട്ടാ? ദേവു ചോദിച്ചു. പറ. ധ്രുവ് പറഞ്ഞു. ശിവേട്ടൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. എന്തൊരു ക്യൂട്ടാണെന്നോ? ദേവു പറഞ്ഞു. ശരിക്കും? ധ്രുവൻ ചോദിച്ചു. അതെ, ശരിക്കും ക്യൂട്ടാണ്. നല്ല ഭംഗിയാണ് ആ ചിരി കാണാൻ. പക്ഷേ എന്താ കാര്യം? ചിരിക്കില്ലല്ലോ. ഈ മുഖം വീർപ്പിച്ചല്ലേ നടപ്പ്? ദേവു പറഞ്ഞു. ഞാൻ ചിരിക്കാറുണ്ട് കുഞ്ഞേ. നീ കാണാതെയാണെന്ന് മാത്രം. ഞാൻ എന്നും ചിരിക്കും. ധ്രുവൻ പറഞ്ഞു. അതെന്താ ഞാൻ കാണേ ചിരിച്ചാൽ മാനം ഇടിഞ്ഞിങ്ങ് വീഴുവോ? ദേവു ചോദിച്ചു. ചിലപ്പോൾ വീണാലോ? ധ്രുവ് പറഞ്ഞു. എന്നാ വീഴട്ടെ. ദേവു പറഞ്ഞു. ആണോ? എന്നും പറഞ്ഞ ധ്രുവ് ദേവുവിനെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ദേവു ധ്രുവൻ്റെ നെഞ്ചിൽ വീണുകൊണ്ട് അവൻ്റെ കഴുത്തിൽ അങ്ങനെ മുഖമമർത്തി കിടന്നു. ശിവേട്ടാ, ദേവു മെല്ലെ വിളിച്ചു. എന്താടി? ധ്രുവൻ മെല്ലെ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവു ഒന്നുകൂടി ധ്രുവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. പറ. എന്താ അഞ്ജു നീ പറയാൻ വന്നത്? ഞാനൊന്ന് കേൾക്കട്ടെ. ധ്രുവൻ ചോദിച്ചു. അതെ, ശിവേട്ടൻ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്. അതാ ഞാൻ പറയാൻ വന്നത്. ദേവു പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്താ കാരണം? അതോടെ ഒന്ന് പറ. ദേവുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ധ്രുവൻ പറഞ്ഞു. ഇപ്പോൾ തൊട്ടൊന്നുമല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്, എൻ്റെ മാത്രം ശിവേട്ടൻ. ദേവു പറഞ്ഞു. എന്നാര് പറഞ്ഞു? ധ്രുവ് ചോദിച്ചു. ആരും പറയണ്ട, എനിക്കറിയാം ശിവേട്ടൻ എൻ്റെയാണ് എന്ന്. അത് ആരെയും ബോധിപ്പിക്കുകയും വേണ്ട. ധ്രുവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഒരു കുറുമ്പോടെ ദേവു പറയുമ്പോൾ ചിരിച്ചു പോയിരുന്നു ധ്രുവൻ.